അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അതാ കുഞ്ഞുവിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ മിസ്രിയ കടന്നു വരുന്നു. ഐഷുമ്മ വണ്ടിയിൽ ഇറങ്ങി. പൊന്നു മോളെ ഫസിയേ, ഫസിയേ. ആ ഉമ്മ. ആ പിന്നെ മോള് മിസ്രി കുറച്ചു നേരം ഇവിടെ നിൽക്കട്ടെ, ഞങ്ങളൊരു വഴിക്ക് പോവാണ് കേട്ടോ. ഓളിവിടെ നിൽക്കട്ടെ. അതിനെന്താ ഉമ്മ? എങ്ങോട്ടാ ഉമ്മ? അതെ, ആ സത്താറിൻ്റെ കുട്ടിയാക്ക് ഉപ്പാനെ കാണാൻ വല്ലാത്ത പൂതിയല്ലോ. ഓൾക്കും തന്നെ ഓൾ കരയാണ്, മക്കൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാട്ടി കൊടുക്കാൻ പറ്റുമോന്നേ. പിന്നെയെന്ന് വെച്ചാൽ ന്യൂസിനെ ഞാൻ വൈക്കിൽ ഇറക്കി കൊടുക്കും വേണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഓളായിട്ട് അവിടെ നിർത്തണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. ആ ആയിക്കോട്ടെ, സന്തോഷമുള്ളൂ മിസ്രിയെ. സ്നേഹത്തോടെ അതാ ഫസീല പ്രിയപ്പെട്ട മിസ്രിയെ ചേർത്ത് പിടിക്കുന്നു. മോളെ മിസ്രിയെ, മോളെന്തിനാ നാണിക്കുന്നത്? ഇത്ത ഞാൻ വീണ്ടും വന്നില്ലേ? അതിനെന്താ മോളെ, നിനക്കുള്ള വീട് തന്നെയല്ലേ ഇത്. എന്നാൽ കുഞ്ഞു കണ്ടപ്പോൾ തന്നെ ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് മാറി നിന്നു. എൻ്റെ പൊന്നാര കുട്ടിയേ, ഏതായാലും രക്ഷപ്പെട്ടല്ലോ എൻ്റെ പൊന്നു മോനെ. മിസ്രിയെ, ഒരു കാര്യം പറയാണ്ട് കേട്ടോ. ഇതൊന്നും കരുതരുത്. എനിക്ക് എൻ്റെ മനസ്സറിഞ്ഞിട്ട് കാര്യങ്ങൾ പറയണം. ഇനി നമുക്കൊന്നും മറച്ചു വെക്കാനൊന്നും ഇല്ലല്ലോ, ഏതായാലും ഇക്കോലൊക്കെ ആയ സ്ഥിതിക്ക്. ഫസീല അവൾക്ക് വേണ്ടി ഓരോന്ന് പറയുകയാണ്. എന്നാൽ മിസ്രിയെ സ്നേഹത്തോടെ ഉമ്മയും ഉപ്പയും, മോളെ കുട്ടിയെ, മോൾ ഒരുപാട് വിഷമിച്ചു അല്ലേ? സാരല്ല, ഒക്കെ ശരിയായിക്കോളും. എന്താന്ന് വെച്ചാലേ ഒരാൾ ബൈക്ക തങ്ങൂരല്ലോ. പടച്ചൻ നമുക്ക് കരുതിയതൊക്കെ വരും കുട്ടിയെ. അല്ലാതെ ഇപ്പോൾ നമ്മൾ എന്ത് പറയാനാ, എന്ത് ചെയ്യാനാ, എന്ത് കാട്ടാനാ? അള്ളാഹു സുബ്ഹാനഹു കരുതിയതൊക്കെ വരുമല്ലോ. ഏതായാലും പടച്ച റബ്ബ് കാക്കട്ടെ. മേലായ റബ്ബ് ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് എന്തിനു പേടിക്കണം? ശരിക്കും ആ പിതാവ് കരഞ്ഞുകൊണ്ടായിരുന്നു മിസ്രിയോട് പറഞ്ഞത്. ഉപ്പ കരയണ്ട, എല്ലാം അള്ളാഹുവിൻ്റെ വിധി പോലെയല്ലേ വരൂ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ കാത്ത് രക്ഷിച്ചല്ലോ. എന്നാൽ ഈ സമയം ഫസിത്ത, അതെ, നമ്മുടെ കുഞ്ഞു വിളിക്കുകയാണ്. എന്താടാ? അല്ല, എന്ത് ഫുഡ് എന്തെങ്കിലും വാങ്ങിപ്പിക്കണോ? ഇവിടെ ഉണ്ടല്ലോ എല്ലാം, ഇനി വാങ്ങിപ്പിക്കൊന്നും വേണ്ട. ശരിക്കും കുഞ്ഞുവിനൊരു വെപ്രാളം. എന്താടാ നിനക്ക് ഇത്ര ബേജാറ്? അല്ല, ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ കുഞ്ഞുവിനെ അവൾ വരുമ്പോൾ എന്തൊക്കെയോ ഒരു ടെൻഷനോ എന്തൊക്കെയോ ഒരു സന്തോഷമോ എന്തോ അറിയുന്നില്ല. എന്തൊക്കെയോ ഒരു കുഞ്ഞോ, എടാ ഈ എന്തിനെങ്ങനെ ടെൻഷനാണ്? ഇത് എൻ്റെ കൂട്ടുകാരിനെ പോലെ വിചാരിച്ചാൽ പോരെ? അതല്ല, നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴേ അതിനെന്താ, അവളെന്നാൽ 2 ദിവസം ഇവിടെ നിന്നില്ലേ? കുഞ്ഞുവിന് എന്തൊരു വെപ്രാളം? വെപ്രാളൊന്നുമില്ല. ഉണ്ട്, എന്തോ ഒന്നുണ്ട്. ഈ വെറുതെ പറയണ്ട കേട്ടോ. ഇത്താ, ഞാൻ എന്താടാ? ഒന്നുമില്ല. എനിക്ക് അവളോട് എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ മിണ്ടിയാൽ അവൾക്ക് പ്രശ്നമാവോ? അതോ ഞാൻ മാറണോ? എങ്ങനെയാണ് വേണ്ടത്? എൻ്റെ പൊന്നാര കുട്ടിയെ, മിണ്ടലും പറയലൊക്കെ ആക്കാം. അതല്ല, അതിൻ്റെ മുമ്പ് ഞാൻ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അല്ല, ഞാനും മിണ്ടാഞ്ഞ അവൾ എന്തെങ്കിലും വിചാരിക്കുമെന്ന്. അങ്ങനെയൊന്നുമില്ല. ആ പെണ്ണിനെന്താ, പാവം പെൺകുട്ടിയല്ലേ, ഉമ്മാനോട് ഉപ്പാനോട് സംസാരിച്ചിരിക്കുകയാണ് അവർ. എന്നാൽ ഈ സമയം അതാ ജയിലിനടുത്തേക്ക് എത്തി നമ്മുടെ ഐഷുമ്മയും സെലീനയും മക്കളും ഷമ്മാസും. എന്നാൽ സെലീന കരയുകയായിരുന്നു. റബ്ബേ, വല്ലാത്തൊരവസ്ഥ തന്നെ. എന്തായിരിക്കും അതിനുള്ളിലെ സ്ഥിതി, കാര്യങ്ങൾ? അല്ലാ, നിരപരാധികളായ ഒരുപാട് ആളുകളുടെ റബ്ബേ. ശിക്ഷ അനുസരിച്ച് ഇതെല്ലാം കഴിഞ്ഞു പോരാനുള്ള സമയമായി. പക്ഷെ അവർ കൊടുത്തതൊക്കെ ആലോചിക്കുമ്പോൾ റബ്ബേ, എന്തിനാ പഠിച്ചോനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാനും എൻ്റെ മക്കളും ഒറ്റക്കല്ലേ? ഞാനും എൻ്റെ മക്കളും ഒറ്റക്കാണ് ഞങ്ങളുടെ കൂടെ. എന്നാൽ ഞങ്ങളെ, എൻ്റെ ഹസ്ബൻഡിനെ, എൻ്റെ കുട്ടികളെ ഒപ്പിച്ചിക്കൊന്ന് ഒരുമിച്ച് ജീവിക്കാനാകും റബ്ബേ. അവൾ വിതുമ്പിക്കരഞ്ഞു. തൻ്റെ ഭർത്താവിനെ ഓർത്തു. തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ അതൊക്കെ നീ പുറത്തു കൊടുക്ക്. പക്ഷേ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എന്തിനാണ് ഇത്രയധികം? സെലീനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. 3 മക്കളെയും കൂട്ടി അവൾ അതാ ഷമ്മാസിൻ്റെ കൂടെ ആ വലിയ ജയിൽ കവാടത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയായിരുന്നു ഉള്ളിൽ. ഉമ്മച്ചി, ഉപ്പച്ചിയെ കാണണം എന്ന് പറഞ്ഞ് കരയുന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് സെലീന അകത്തേക്ക് നടന്നു. എന്നാൽ ജയിലിനുള്ളിലെ സത്താറിൻ്റെ ജീവിതം ഒരു ഹൃദയം പൊട്ടിക്കുന്ന വേദനയേറിയ നിമിഷമായിരുന്നു അത്. പുറത്ത് ശക്തിയായി നിന്നെങ്കിലും
അകത്ത് സെലീന മുഴുവൻ തകർന്നിരുന്നു. അല്പം ധൈര്യത്തോടെ മക്കൾക്ക് വേണ്ടി അവൾ ധൈര്യം പാലിച്ചു നിന്നപ്പോൾ എന്നാൽ തകർന്നു പോയിരുന്നു അവളുടെ ഹൃദയമാകെ. ഒരു കാലത്ത് സ്വന്തം കുടുംബത്തിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ടിരുന്ന സത്താറ് പിന്നീട് അങ്ങോട്ട് സ്വഭാവമെല്ലാം മാറി. പിന്നെ അങ്ങ് റെഡിയായി നല്ലതായി വന്നിരുന്നു. എന്ത് ചെയ്യാൻ, പിന്നീട് ഓരോ ചതികളിൽ പെട്ടുപോയി. എന്നാൽ ഇന്ന് ഇതാ ജയിലിലുള്ള ഓരോ ജോലികളും ചെയ്യണമത്രേ. കരിങ്കല്ല് ചുമന്ന് ജയിലിൻ്റെ മുറ്റത്ത് നടക്കുകയാണ്. ശരിക്കും അവൾ ആ മുഖം കണ്ടപ്പോൾ വല്ലാതെ വിതുമ്പിപ്പോയി. സത്താറിനെ കാണുവാനുള്ള ആഗ്രഹം കൊണ്ടുവന്ന് വന്നതാണ്. വെയിലേറ്റ് മുഖമാകെ കറുത്തു പോയിരിക്കുന്നു. താടിയൊക്കെ വളർന്നു പോയിട്ടുണ്ട്. കൈകളിൽ ആകെ ഒരു തഴമ്പ് വീണ അവസ്ഥ, കാലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിൽ. ഇത് കണ്ട നിമിഷം സെലീനയുടെ ഹൃദയം വിഷമിച്ചു. റബ്ബേ, അതെ, പോകുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നു ഇപ്പോഴദ്ദേഹത്തിൻ്റെ സ്ഥിതി. എന്നാൽ സത്താറിനെ കാണണമെന്ന് പറഞ്ഞ് സെലീനയുടെ ആവശ്യം സൂപ്പർവൈസർ കേട്ടപ്പോൾ അദ്ദേഹം സെലീനയെ അടിമുടി ഒന്ന് നോക്കി. കാരണം ഷമ്മാസാണ് ആദ്യം അനുമതി ചോദിച്ചത്. ആർക്കാണ് കാണേണ്ടത് എന്നറിഞ്ഞപ്പോൾ ഭാര്യക്കാണ് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്നും അവനോട് പറയുകയായിരുന്നു. അങ്ങനെ അതാ സെലീനയെ കടത്തി വിടുകയായിരുന്നു. എന്നാൽ ആരെയാണ് കാണേണ്ടത്? സത്താർ എന്ന് പേരുള്ള സൂപ്പർവൈസർ അവളെ മറ്റു രീതിയിൽ ഒന്ന് നോക്കി. ഇവിടെ എല്ലാവർക്കും നിയമമുണ്ട്, കരഞ്ഞഭിനയിച്ചാലേ ഒന്നും കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കഠിനമായ വാക്കുകൾ സെലീനയുടെ നെഞ്ചിൽ കത്തി പോലെ കുത്തി. എന്നാൽ ആ പിഞ്ചുമക്കൾ പേടിച്ച് ഉമ്മയുടെ പിന്നിലേക്ക് ഒളിച്ചു. അയാളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയം തോന്നിയിരുന്നു. ചെറിയ മക്കൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഉപ്പച്ചി എന്ത് വീട്ടിലേക്ക് വരാത്തത്? ഉപ്പച്ചി എന്ത് ഇവിടെ നിൽക്കുന്നത്? ആ ചോദ്യം കേട്ട് അവിടെ നിന്നവർക്ക് പോലും കണ്ണുകൾ നിറഞ്ഞു. അവസാനം കുറച്ചു സമയം കാണാൻ അനുമതി കിട്ടിയതായിരുന്നു. അങ്ങനെ അതാ ഇരുമ്പ് വാതിൽ തുറക്കുന്നു. അകത്തു നിന്ന് പതുക്കെ അതാ കടന്നു വരുന്നു സത്താറ്. എന്നാൽ പെട്ടെന്ന് സെലീനയ്ക്ക് ആദ്യം തിരിച്ചറിഞ്ഞില്ല. ഒരിക്കൽ ചിരിച്ചു നടന്ന, സുന്ദരനായി നടന്ന ഭർത്താവ് ഇന്ന് ക്ഷീണിച്ച് എല്ലും തോലുമായിരിക്കുന്നു. കണ്ണുകൾ കുഴിഞ്ഞ് മുഖം വാടിപ്പോയിരിക്കുന്നു. കൈകളിൽ രക്തം കട്ടപിടിച്ച മുറിവുകൾ. സെലീന! അവൻ്റെ വിറയുന്ന ശബ്ദം കേട്ട നിമിഷം അവൾ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. എന്നാൽ മക്കളുടെ കരച്ചിൽ, ഉപ്പച്ചി എന്ന് വിളിച്ച് 3 മക്കളും ഇരുമ്പഴികളുടെ അടുത്തേക്ക് പോയി. അതെ, ഞങ്ങളുടെ ഉപ്പച്ചിയെ കാണുവാൻ അവർ ഓടിയെത്തി. പക്ഷേ മക്കൾ ഒരു നിമിഷം ആ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞങ്ങളുടെ ഉപ്പച്ചി തന്നെയാണോ എന്നുള്ള രീതിയിൽ. പക്ഷേ പിന്നീട് മനസ്സിലായി. അതെ, പക്ഷേ തൊടാൻ പോലും കഴിഞ്ഞില്ല. ചെറിയ മോൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഉപ്പച്ചി നമുക്ക് വീട്ടിലേക്ക് പോകാം. ഉപ്പച്ചി ഇനി ഞാൻ വാശി പിടിക്കില്ല. ഉപ്പച്ചി വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്നാൽ സത്താർ തല കുനിച്ച് കരഞ്ഞു. ഒരു ഉപ്പാക്ക് അതിനേക്കാൾ വലിയ വേദന വേറെ ഉണ്ടാകുമോ? സെലീന നോക്കി നിന്നു. അവിടെ തടവുകാർ കരിങ്കല്ല് ചുമന്ന് നടക്കുന്നു. ചൂടുവേലിൽ ഭക്ഷണം പോലും ശരിയായി ഇല്ലാത്ത ജോലി. ഒരു പാത്രത്തിൽ വെള്ളം കലർന്ന കറി, കട്ടിപിടിച്ച ചോറ്. അത് കഴിച്ച് ജീവിക്കുന്ന സത്താറിനെ കണ്ടപ്പോൾ സെലീനയുടെ മനസ്സ് തകർന്നു. നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ? അവൾ ചോദിച്ചു. സത്താർ ചെറിയൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. മക്കളെ നന്നായി നോക്ക്, അതാണ് എനിക്ക് വേണ്ടത്. ഇക്ക, പുറത്തിറങ്ങണ്ടേ നമുക്ക്? ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യേ. അവൻ അത്രയേ പറയാനുണ്ടായിരുന്നുള്ളൂ. കാര്യം മറ്റൊന്നുമല്ല. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത്. എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ആക്കിയല്ലോ അല്ലാഹുവേ. അവളുടെ ആ ഒരു തേങ്ങലിൻ്റെ ശബ്ദം ജയിലിൽ മുഴുവനും മുഴങ്ങി കേൾക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. കൂടെ മക്കളും കരഞ്ഞു. അവിടെ നിന്നിരുന്ന ചില പോലീസുകാർ പോലും കണ്ണു തിരിച്ചു. കാരണം ആ കുടുംബത്തിൻ്റെ വേദന സഹിക്കാത്തതായിരുന്നു. പിഞ്ചുമക്കൾ ഉപ്പയെ ഇറക്കുവാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് ഉപ്പയെ വിളിക്കുന്നു. സമയം കഴിഞ്ഞു. അതെ, കാണുന്ന സമയം തീർന്നു. സൂപ്പർവൈസർ ഉറക്കെ പറഞ്ഞു. മക്കൾ നിലവിളിക്കുകയാണ്, ഉപ്പച്ചിയെ ഞങ്ങൾക്ക് കൊണ്ടുപോകണം. ചെറിയ മക്കൾ ഇരുമ്പ് വേലി പിടിച്ച് കരഞ്ഞു. സത്താർ കൈനീട്ട്. പക്ഷേ സ്വന്തം മക്കളെ ഒന്ന് തൊടാൻ പോലും കഴിയാതെ അവൻ കരഞ്ഞു. അവനെ വീണ്ടും അകത്തേക്ക് കൊണ്ടുപോയി. സത്താർ പിന്നോട്ട് തിരിഞ്ഞ് അവസാനമായി മക്കളെ നോക്കി.
ആ കണ്ണുകളിലുണ്ടായിരുന്നു വേദന. ഒരു ജീവിതം മുഴുവൻ മറക്കാനാവാത്തതായിരുന്നു അത്. അതെ, ഒരു കുടുംബത്തിൻ്റെ സന്തോഷം വീണ്ടും തകർന്നു പോവുകയാണിവിടെ. ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് ആ ഒരാൾ മാത്രമല്ല. അതെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കൂടി ജയിലിൽ കഴിയുന്ന പോലെയാണ്. ഭർത്താവ് ജയിലിലാകുമ്പോൾ സത്താറിൻ്റെ വേദനയേക്കാൾ വലിയത് അവനെ നോക്കിക്കരഞ്ഞ മക്കളുടെ കണ്ണുകളായിരുന്നു. ഒരു ഉപ്പയെ ചേർത്ത് പിടിക്കാനാവാതെ ഇരുമ്പ് വേലിക്കപ്പുറം നിന്ന് കരയുന്ന ആ കുഞ്ഞുങ്ങളുടെ ശബ്ദം. സത്താറ് അത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന് നിയന്ത്രണം സഹിക്കാൻ കഴിയുന്നില്ല. അത് തൻ്റെ മക്കളുടെ ആ ശബ്ദം ചെവിയിലേക്ക് പതിക്കുമ്പോൾ അദ്ദേഹം പടച്ച റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാ, എനിക്ക് നീ ഇനി ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഇനി നീ ശിക്ഷിക്കല്ല. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അത് ചെയ്തിട്ടില്ല. എന്താടാ മൂങ്ങുന്നത്? പ്രായപൂർത്തിയാകാത്ത മക്കളെ അതും പോരാ, ഇപ്പം കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. അതൊക്കെ അപ്പം ആലോചിക്കേണ്ടിയിരുന്നോ? ചെറിയ കുട്ടികളെ കാണുമ്പോൾ പോലും വെറുതെ വിടാൻ തോന്നിയില്ല അല്ലേ? അനുഭവിക്ക്. ശരിക്കും അവൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, എന്നെ ചതിച്ചതാണ്, ഞാൻ ചതിയിൽ പെട്ടതാണ്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയാം. നിരപരാധിയായ സത്താറിനെ വീണ്ടും അകത്തേക്ക് കൊണ്ടുപോയി. സെലീനയും മക്കളും വിതുമ്പിക്കരഞ്ഞു. എന്നാൽ ഐഷുമയും ഷമ്മാസും പുറത്ത് കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. മോനെ, എടാ, ഞമ്മക്കൊന്ന് പോയി. ഇല്ലമ്മ, എന്നെ വരെ കടത്തി വിട്ടില്ല. പിന്നെ ഇപ്പം എന്താ, അവർ ഭാര്യയാണ് മക്കളാണെന്ന് പറഞ്ഞ് ഫുള്ള് പരിശോധിച്ച് ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷമല്ലേ അങ്ങോട്ട് കടത്തി വിട്ടത്. അങ്ങനെ എല്ലാവർക്കും പോയി കാണാൻ പറ്റൂല. മാക്ക് ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ. മോനെ, എന്താ മോനെ ചെയ്യുക, വല്ലാത്തൊരവസ്ഥ അല്ലേ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് സെലീനയും മക്കളും വരുന്നു. ഷമ്മാസിന് ആ ഒരു കാഴ്ച കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമായി തോന്നി. അതെ, ഐഷുമ്മയും. പഠിച്ചോനെ. എന്നാൽ സെലീനെ വിതുമ്പിക്കൊണ്ട് ഉമ്മയുടെ അരികിലെത്തി ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോളെ, സാരല്ലേടി, പഠിച്ചോൻ കാണുന്നുണ്ടല്ലോ ഒക്കെ ഒരു ദിവസം ഒക്കെ തെളിയും, ഈ നോക്കിക്കോ. കുറച്ചൊക്കെ കാലം ബുദ്ധിമുട്ടുണ്ടാവും, സാരല്ല. മോനെ, ഷാമോനെ, ഈ പാവപ്പെട്ട ഇങ്ങനത്തെ ആൾക്കാരെ രക്ഷിക്കാനൊരു പണില്ലേ? ഉമ്മ, കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയെന്ന് വെച്ചാൽ അത് തെളിവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ തെളിവെന്ന് വെച്ചാൽ സ്വന്തം ഉമ്മ തന്നെയാണ് കേസ് കൊടുത്തത്. മോളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് കുറച്ച് വൈകും. അത് ജാമ്യമില്ലാത്ത വകുപ്പിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജാമ്യത്തിന് പോലും അതിൽ എത്ര ലേറ്റായി പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴി ഒരുക്കായിരുന്നു. എന്താ ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടേ കുട്ടികളെയൊക്കെ വെച്ച് അതാണ്, കുട്ടികൾ വലിയ പ്രോബ്ലം തന്നെയാണ്. നമ്മളങ്ങനൊന്നും ഒരിക്കൽ പോലും ഉണ്ടാകാമെന്നും. മോനെ, അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. എന്നാലും ഉമ്മ അതിങ്ങനെ പറയല്ല. അവളും പറയാണ് എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവളും പറഞ്ഞുണ്ടാക്കി. അതുകൊണ്ടാണ് ഉമ്മയും പറഞ്ഞു എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തു. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി രക്ഷപ്പെട്ട് കിട്ടണം, നോക്കട്ടെ, എങ്ങനെയെങ്കിലൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇതാവുമ്പോഴെന്താണെന്നോ, അപ്പോൾ പലരും പല രീതിയിൽ ഇപ്പോൾ ഈ കേസ് നമ്മൾ രക്ഷപ്പെടുത്തിയ പോലെ വേറെയും കേസായിട്ട് ഇറങ്ങാനും ചാൻസ് ഉണ്ട്. അതാണ് സംഭവം. എന്നാൽ അവിടെ ആ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ആ പോലീസുകാരൻ്റെ മുമ്പിൽ സെലീന പറഞ്ഞു, പൊന്നു സാറേ, എൻ്റെ ഭർത്താവിനെ ചതിച്ചതാണ്. ഞാനും എൻ്റെ മക്കളും കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ. ഭർത്താവില്ല, എൻ്റെ പേടിയാണ് ഞങ്ങൾക്ക്. അദ്ദേഹം ഒന്നുകൂടെ നിങ്ങൾക്ക് എന്താ ഞങ്ങൾ ചെയ്യുക? അതൊക്കെ അവിടുത്തെ വിചാരണയും കാര്യങ്ങളെ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് എത്തുള്ളൂ. നമ്മൾക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയൂല. ഒക്കെ കോടതിയും വക്കീലും കേസും പോലീസൊക്കെ ആയിട്ട് അതൊക്കെ അവിടെ തീർക്കണ്ട. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനാ? ആ പോലീസുകാരനോട് സെലീന സങ്കടത്തോടെ പറയുന്നത് കേട്ടപ്പോൾ ഷമ്മാസും ഉമ്മയും സങ്കടപ്പെട്ടു. സെലീന, വാ, നമുക്ക് പോകാം, ഇൻഷാ അല്ലാ ഒക്കെ റെഡിയാവും, എന്തെങ്കിലുമൊക്കെ ഒരു നടപടി നമുക്ക് സ്വീകരിക്കാം. എന്നാൽ ഈ സമയം സൗദയുടെ വീട്ടിൽ സൗദ ആ ഒരു മയക്ക് ഗുളികയിൽ നിന്ന് ഉണർന്ന ശേഷം ശരിക്കും അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥങ്ങൾ അനുഭവപ്പെട്ടു. എന്തുകൾ കാട്ടിക്കണം. അതെ, അവളെ വായ വരെ മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു. കൈകാലുകളും കെട്ടിയ അവസ്ഥയിൽ. അവളുടെ ആ ഒരു അപശബ്ദം കേട്ട്, എടി ഹസീന, ഓൾ ഒണ്ണക്കിടുന്നത് കൊണ്ട് ഒന്നിട്ട് പോയി നോക്ക് എന്ന് പറഞ്ഞ് ഹസീനയും ഉമ്മ ഓടി വന്നു. എന്നാൽ അവൾ അവിടെ കിടന്ന് മറിയുകയായിരുന്നു. കാലുകളും കൈകളും എല്ലാം ബന്ധിപ്പിച്ച രീതിയിൽ, വായ മൂടിക്കെട്ടിയ രീതിയിൽ. എന്താടി എനിക്ക്, എണീറ്റ് പായണോ? ഉറക്കമാണെന്ന് തുടങ്ങി ഒച്ചപ്പാടും ബഹളും.
ഓ എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ. ഇതിനെന്തേ വിഷയറ്റ കൊടുത്ത് ഇല്ലാതാക്കുക വേണ്ടിയത്. മറ്റേതിനെ കൊണ്ട് ഒരു ഇടങ്ങാറ് നമ്മളുള്ള സുഖം മുഴുവൻ പോയി കിട്ടും. കുടുംബം തൊലിച്ച് അവിടെ നിൽക്കൂല ഇവിടെ നിൽക്കൂല, ഒരു കഥ. കെട്ടിയോൻ്റെ വീട്ടിൽ നിൽക്കണമെങ്കിലേ ഇത്ര ഇതുണ്ടാവുന്നടി എനിക്ക്. എന്നാൽ അവൾ ആ കൈകൾ കെട്ടഴിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഓ ഓ പക്ഷേ അവർ കെട്ടയച്ചു കൊടുക്കും. അവിടെ കെടുക്ക്, പട്ടിണി കിടന്ന് മരിക്കട്ടുള്ളൂ, അതാ വേണ്ടത്. കള്ള പോലീസുകാരറ്റെ കയറി വരുമെന്നാവും. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവരുടെ വീട്ടിൽ ഒരു കോളിംഗ് ബെൽ മുഴങ്ങുന്നു. ആരാടി, ആരാന്നാവ? വാതിലിന് പൂട്ടിയിട് പമ്പറന്നോളെ. ഇനിയിപ്പോൾ ഒരു മയക്കുമരുന്ന് കൊടുക്കാനും നേരമില്ല. ആരാ ഒന്ന് പോയോക്ക? ഹസീന അതാ വേഗം ഓടിച്ചെന്ന് വാതിൽ തുറക്കും. ഉമ്മ ഞാൻ പോണില്ല, നിങ്ങൾ വെക്കോളി. എൻ്റെ റബ്ബേ, ഞാൻ തന്നെ ഇവിടെ എന്തി വലിയ പോണ. അങ്ങനെ അതാ കുഞ്ഞിക്കതിയ അങ്ങോട്ട് എത്തുന്നു. ആരാവോ? ആരാ ഒരു പമ്പറന്നോളാണല്ലോ കണ്ടിട്ട്. ആരാ? എന്നാൽ അതാ അത് മറ്റാരുമായിരുന്നില്ല, അത് സത്താറിൻ്റെ ഭാര്യയായിരുന്നു. അല്ല, ഇജെന്താ ഇങ്ങോട്ട് വന്നത്? കുഞ്ഞിക്കതിയാത്ത, നിങ്ങൾ മനുഷ്യന്മാരെ ചതിക്കരുത്. എൻ്റെ ഭർത്താവ് നിങ്ങളെ മോളെ പീഡിപ്പിച്ചിക്കണോ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്? അത് എനിക്കൊന്നും അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇങ്ങോട്ട്. ശരിക്കും കുഞ്ഞിക്കതിയ ഞെട്ടി. ഇറങ്ങിപ്പോയിക്കോ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന്. എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഇവിടെ എന്താ? ഇവിടെ ഒന്നുമില്ല. എൻ്റെ ഭർത്താവിനെതിരെ നിങ്ങൾ കേസ് കൊടുത്തേക്കണേ. ഞാൻ നിങ്ങളെ കുറിച്ചുള്ളതൊക്കെ എനിക്കും കുറച്ചറിയാം, അത് ഞാനും അങ്ങോട്ട് പറയും. നിങ്ങൾ എവിടെ ഓള് ഹസീന എവിടെയാണ് വിളിച്ചാണി? അങ്ങനെയാണെങ്കിൽ തെളിവടക്കമൊക്കെ കിട്ടണം. എൻ്റെ ഭർത്താവേ ജയിലിൽ നിരകിച്ച് കൈയാണ്. എൻ്റെ ഭർത്താവ് നിങ്ങൾ പാട്ടിലാക്കിയില്ലേ? നല്ല മനുഷ്യനായി വന്നിരുന്നു. പക്ഷെ നിങ്ങൾ പിന്നെ എൻ്റെ ഭർത്താവിനെ പാട്ടിലാക്കി കൊണ്ടേയില്ല. ഞാൻ ഒരിക്കലും പൊരുത്തപ്പെട്ടു വരും. എൻ്റെ മക്കളാണ്, എൻ്റെ മക്കൾ കരയാണ്. നിങ്ങൾ എന്തിനാ എൻ്റെ ഭർത്താവിന് എങ്ങനെ? നിങ്ങളെ ആവശ്യങ്ങൾക്കൊക്കെ മൂപ്പരങ്ങൾ നിയോഗിക്കുക. എനിക്ക് അറിയായിട്ടൊന്നല്ല, കുറേ ഞാൻ ക്ഷമിച്ചു. പക്ഷേ എല്ലാത്തിനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് വന്നിട്ട് നിങ്ങൾ ഇത്രയും വലിയൊരു ചതിച്ചില്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. നിങ്ങൾ ഇറങ്ങി പോടിയും വീട്ടുമുറ്റത്തുനിന്ന്. എന്തിന്? ആരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് കയറിയത്? ഈ പണ്ടാറ ഹസീനാനോട് എപ്പോഴും ഞാൻ പറഞ്ഞാണ് ഗേറ്റ് പൂട്ടിയിടുന്ന്. ഓളെ കയ്യിൽ റിമോട്ടും പിടിച്ചാൽ നിൽക്കണാണ്. ഇപ്പോൾ അതുകൊണ്ടല്ല ഇപ്പോൾ കണ്ടോലൊക്കെ കയറി വരുന്നത്. അല്ല, ഇത് കണ്ടോൾക്ക് കയറി നിറങ്ങാനുള്ളതല്ല. ഞാൻ പോവില്ല കുഞ്ഞിക്കതിയാത്ത, ഞാൻ ഇവിടെ ഇരിക്കും. എൻ്റെ ഭർത്താവിനെതിരെയുള്ള കേസ് നിങ്ങൾ പിൻവലിക്കണം. കാരണം എനിക്ക് തെളിവ് കിട്ടണം. ഹസീന എവിടെയോണ്ട് വിളിച്ചാണേ? എവിടെയോള്? നിങ്ങൾ നല്ല സാധനങ്ങളാണ്. നിങ്ങളെ വല്യമ്മോളെ സൗദ അത്ര കുഴപ്പമില്ലേനു. ഓളെ പിന്നാലെ എൻ്റെ ഭർത്താവ് നടന്നക്കൊണ്ട് ഓളെ വിസമ്മതിച്ചേനു. പക്ഷേ നിങ്ങളെ ചെറിയ മോളുണ്ട്, ഓളെ വിളിച്ചൂടി ഇങ്ങോട്ട്. ഹസീന ഇങ്ങോട്ട് ഇറങ്ങി വാടി. ശരിക്കും സെലീന ഉറക്കെ സംസാരിച്ച്. അതേ, പെരൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഒച്ചപ്പാടുണ്ടാക്കിയാൽ പോലീസിനെ വിളിക്കും. പോലീസിനെ നിങ്ങൾ വിളിക്കണം. പോലീസിനെ വിളിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി എൻ്റെ മാപ്പിളിൻ്റെ ഒപ്പം ജയിലിലിടും. അതാ എനിക്ക് വേണ്ടിയത്. പോലീസിനെ വിളിച്ചോളി, എനിക്കൊരു പേടില്ല. പോലീസിനെ വിളിക്കന്നെ വേണം. എൻ്റെ നിരപരാധിത്വം, എൻ്റെ ഭർത്താവിൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. എവിടെ ഹസീന? ഇങ്ങോട്ട് വിളിക്കോളാ. എന്താ അവിടെ പുറത്ത് ഒച്ചപ്പാട്? ഹസീന പതുക്കെ അങ്ങോട്ട് വന്നു. ഹസീന, എങ്ങനെ തോന്നിയടി എനിക്ക് 2-3 മക്കളുള്ള ഒരാളെ കൊണ്ട് ഇത്രയും മോശമായത് പറഞ്ഞുണ്ടാക്കാൻ? എൻ്റെ 3 മക്കളാണ്, അവർക്ക് എന്തൊരു നാണക്കേടുണ്ട്. അപ്പോൾ എന്തിനാണ് നിങ്ങളെ ബാപ്പ ജയിലിൽ നിന്ന് ചോദിച്ചാൽ അത് എന്തായിരിക്കും അതിനുള്ള ഉത്തരം? ഇത്രയും മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ പാടുണ്ടേനോ? അതേ, ഞങ്ങളെ വീടുമുറ്റത്ത് വന്ന് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കണം. ഇറങ്ങിപ്പോയിക്കാണ് നിങ്ങൾ. കണ്ട യാചകന്മാർക്കും ഒന്നും കയറി നിരങ്ങാനുള്ളതല്ല ഇവിടം. ഹസീനയുടെ അഹങ്കാരം നിറഞ്ഞ ആ ഒരു വാക്കുകൾ. എന്നാൽ സൗദ അകത്ത് നിന്ന് അത് കേൾക്കുന്നു. വാതിൽ ശരിക്ക് അടച്ചിട്ടില്ലേ എന്തോ അറിയില്ല. അവൾ നിരങ്ങി എങ്ങനെയൊക്കെയോ അതാ കൈകളിലെ കെട്ട് അവൾ തന്നെ കട്ടിലിൻ്റെ ആ ഒരു ഇതിൽ വെച്ച് പതുക്കെ എങ്ങനെയൊക്കെ അഴിച്ചെടുത്തു. വായിൽ നിന്നും അതാ അതും കെട്ടിവെച്ചതും പുറത്തെടുത്തു. കാലുകളിലുള്ളതും അവൾ തന്നെ എടുത്തു. അവിടെ പുറത്ത് നല്ല സംസാരമാണ്. ശരിക്കും വന്നത് ആരാണെന്ന് അവൾക്ക് ഏറെക്കുറെ പിടികിട്ടി. അതെ, സത്താറിൻ്റെ ഭാര്യ വന്നിരിക്കുന്നു. അതെ, അയാളെ ജയിലിലാക്കിയത് എൻ്റെ ഉമ്മയും എൻ്റെ അനിയത്തിയും തന്നെയാണ്. വേണ്ടാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കിയിട്ട്. ഇത്രക്കും ചതി ചെയ്യുന്ന മനുഷ്യന്മാർ ദുനിയാവിലുണ്ടാവില്ല.
എൻ്റെ ഭർത്താവിൻ്റെ മുഴുവൻ പൈസയൊക്കെ തട്ടിയെടുക്കുകയാണ്. എനിക്കൊരു 5 പൈസ തരുന്നില്ല. എൻ്റെ എല്ലാം അവർ കൈക്കലാക്കിയല്ലോ. അതുകൊണ്ടാണ് എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ നിൽക്കുന്നത്. എന്നാൽ അതാ അത് കേട്ടുകൊണ്ട് സൗദ അങ്ങോട്ട് ഇറങ്ങി വന്നു. സെലീനത്താ, ഇവർ പറയുന്നത് പച്ച കള്ളാണ്. എനിക്കറിയാം ഇവരെന്താ ആൾക്കാരെന്നുള്ളത്. എന്നാൽ സൗദ എഴുന്നേറ്റ് വന്ന് കണ്ടപ്പോൾ ശരിക്കും ഹസീനയും ഉമ്മയും ഇവളെങ്ങനെ രക്ഷപ്പെട്ടു? എന്നാൽ സെലീന അത് കേട്ട് ഞെട്ടി. അങ്ങോട്ട് അകത്ത് പോടി, എന്താ പെണ്ണിന് പിരാന്താണ്, അന്നെ ചങ്ക് പിടിച്ച് കൊല്ലും, അങ്ങോട്ട് ഔത്ത് കയറ്റിക്കോ, അന്നെ ചങ്ക് പിടിച്ച് കൊല്ലും, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ, അതാ നല്ലത്. സൗദിയെ വീണ്ടും പിടിച്ചു വലിച്ചുകൊണ്ട് അതാ ഉമ്മയും ഹസീനയും റൂമിലേക്ക് തള്ളിക്കൊണ്ട് പോകുന്നു. എന്തിനാ നിങ്ങൾ ഓളെ തള്ളിക്കൊണ്ടു? ഓൾക്കെന്താ? ഓൾക്ക് മൂച്ചി പിരാന്താണ്, വേറൊന്നുമല്ല. മൂച്ചി പിരാന്തന്മാരെ ചങ്ക് പിടിച്ച് നെക്കി കൊന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. വേഗം ഇറങ്ങിപ്പോയിക്കോ, വേഗം പെരീന്നാണ്ട് ഇറങ്ങിക്കോ. അങ്ങനെ അതാ സെലീനയെ അവർ ആട്ടിവിടാൻ വേണ്ടി, ഞാൻ പോവില്ല താത്ത, നിങ്ങൾ എന്ത് തന്നെ ആയാലും ഞാൻ പോവില്ല, ഞാൻ ഇവിടെ ഇരിക്കും, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കേസ് പിൻവലിക്കണം, അല്ലേ ഞാൻ പോവില്ല. പട്ടിണി കിടന്ന് നിങ്ങളെ വീടിന് മുമ്പ് ഞാൻ മരിച്ചാലും ശരി, ഞാൻ പോവില്ല. എൻ്റെ 3 മക്കളെ വിചാരിച്ചിട്ട് നിങ്ങൾ ദയവായി അതൊന്ന് പിൻവലിക്കണം. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാ? അതെ, ഞങ്ങൾക്ക് ആരെങ്കിലും എതിരെ പ്രവർത്തിച്ചാലേ ഓൾക്ക് നല്ല പണി ഞങ്ങൾ കൊടുക്കും. ഇനി അടുത്ത നവാസാണ്. നവാസിന് 2 കിട്ടാണ്ട്, പക്ഷേ നവാസിനെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളത് മുടങ്ങും വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കണം. ഓനെങ്ങാനത് മുടക്കട്ടെ, അപ്പം ബാക്കി കുറച്ച് കാട്ടിക്കൂട്ടാണ്ട്. അതെ, പെണ്ണുങ്ങൾ പറഞ്ഞാലേ കോടതിയും വക്കീലൊക്കെ അംഗീകരിക്കും. ഒന്നാണ്ട് പീഡിപ്പിച്ചെന്ന് വെറുതെ പറഞ്ഞാൽ മതി. അതെ, എൻ്റെ മാപ്പിള പീഡിപ്പിച്ചിരിക്കണോ ഇല്ല ഇജ്ജ് കണ്ടോ? ഇജ്ജ് കണ്ടക്കണോ? ശരിക്കും കുഞ്ഞിക്കതിയാൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് ദേഷ്യമാണ് തോന്നിയത്. തള്ളൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഇടങ്ങാറാണ്. പറയടി, ഇജ്ജ് കണ്ടക്കണോ? പിന്നെന്താ, ഞങ്ങൾ കണ്ടത് എൻ്റെ മോൾ അനുഭവിച്ചതാണ്. അതെ, അതിൻ്റെ മുമ്പിൻ്റെ മോള് അതൊക്കെ എനിക്കറിയാം. മോളെല്ലാം എന്നോട് തുറന്ന് പറഞ്ഞിരിക്കണം. അതിൻ്റെ പേരിൽ തന്നെ കേസ് എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഓളെ വേഗം കെട്ടിച്ചെടുക്കാൻ വിചാരിച്ചത് ഓനെക്കൊണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെന്നാണല്ലോ. അതൊക്കെ എന്തും പറയാലോ. അതൊരു 10-12 വയസ്സിൽ ഒമ്പടെ വന്നീനു. അതോൾ ഇപ്പോഴാണ് പറയണത്. ശരിക്കും കുഞ്ഞിക്കതിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സെലീനയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അവൾ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, ഞാൻ നിങ്ങളോട് താഴ്മയോട് ചോദിക്കുകയാണ്, എൻ്റെ ഭർത്താവ് നിങ്ങളൊന്ന് കേസ് പിൻവലിക്കണം, എന്നാലേ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങുള്ളൂ. എൻ്റെ മക്കളെ വിചാരിച്ചിട്ടെങ്കിലും. അതെ, കുറച്ച് കാലം ജയിലിൽ കിടക്കട്ടെ. ഓനെ കാട്ടിയ പണി എനിക്കെന്താ കേൾക്കണോ? ഇവിടെ എൻ്റെ മോളെ കെട്ടിക്കൂട്ടി, പോരാത്തതേ ഓളെ ബാപ്പാക്കൊരു എളാമത്തള്ള ഉണ്ട്, ഒരു പെമ്പറന്നോളെ കെട്ടിക്കണം, മോളെ പ്രായമുള്ള മൂപ്പത്തിയാരെ രക്ഷിക്കാൻ മണ്ടിപ്പാഞ്ഞ് എത്തിക്കണ്. എന്താന്നില്ലേ എനിക്കറിയില്ലപ്പോൾ കഥയൊക്കെ. എനിക്കത് തീരെ അങ്ങോട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കേസ് കൊടുത്തത്. ഓനക്കെന്താ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒരു കാണാൻ കുറച്ച് സുന്ദരികളായ പെണ്ണിനെ കണ്ടാൽ എൻ്റെ മാപ്പിള വെറുതെ വിടൂല. എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ നേർക്ക് വരെ ഓൻ വന്നേനു. പിന്നെ എൻ്റെ സൗദൻ്റെ പിന്നാലെ നടക്കേനു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹസീനാനായിട്ടായി. പിന്നെ അങ്ങനെയൊക്കെയാണ് ഒരു കഥയാണ്. ഓനല്ലേ ഇപ്പം എത്ര എൻ്റെ മാപ്പിള. നിങ്ങൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭർത്താവിനൊക്കെ പൊരുത്തപ്പെട്ട് കൊടുത്തേക്കണം. ഇനിയെങ്കിലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണം. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ദയവായി ആ കേസ് പിൻവലിക്ക്. കഴിഞ്ഞൊന്നും പറയണ്ട, എനിക്കത് കേൾക്കാൻ വയ്യ, എനിക്കത് കേൾക്കാനാവില്ല. കേൾക്കണം ഇജ്ജ്, നല്ലോണം കേൾക്കണം. എൻ്റെ ഒരു പുതിയാപ്പിള ഇജ്ജങ്ങോട്ട് പുതിയാപ്പിള ഇജ്ജങ്ങോട്ട് പൊന്തിച്ച് പറയണ്ടല്ലോ. എന്തേനും എൻ്റെ കുരുത്തക്കേട്. എൻ്റെ കുട്ടീനെ നല്ലോണം കാട്ടിക്കൂട്ടിക്കണ്. അതുകൊണ്ട് തന്നെ ഞാൻ കേസ് കൊടുത്തത്, വേറെ ഒന്നുമല്ല. അതെ, കിട്ടാനുള്ള 50 ലക്ഷം ഇവിടെ കിട്ടണം. എന്നാൽ മാത്രം എൻ്റെ മാപ്പിളക്ക് ഇങ്ങോട്ട് ഇറങ്ങുക. അതിൻ്റെ കയ്യേക്ക് ഇങ്ങോട്ട് കയ്യേക്ക് കൊണ്ട് കൊണ്ടുവരുമ്പോൾ കേസ് പിൻവലിക്കും. അല്ലെങ്കിൽ കുഞ്ഞിക്കഥ ഇതല്ല, അതിൻ്റെ അപ്പുറം ചെയ്യും. എനിക്ക് അറിയില്ല കുഞ്ഞിക്കഥയാന. കെട്ടിയ മാപ്പിളിനെ വരെ ഇറക്കി വിട്ടാണ് ഈ കുഞ്ഞിക്കഥ. മനസ്സിലായല്ലോ? ചെറ്റത്തരം കാട്ടിയാൽ അപ്പക്കപ്പണ്ട് ഇല്ലാതാക്കും. അത് ഇനി മക്കളാണെങ്കിലും ശരി, പുതിയാപ്പിളാണെങ്കിലും ശരി. കുഞ്ഞിക്കഥയാൻ എനിക്ക് ശരിക്കും മനസ്സിലാകായിട്ടല്ല. ഇവിടുന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ. അതെനിക്ക് നല്ലത്. ശരിക്കും സെലീന അത് കേട്ട് ഞെട്ടുകയായിരുന്നു. അവൾ വിചാരിച്ചു, പഠിച്ചോനെ ഈ തള്ളൻ്റെ അടുത്തേക്ക് എങ്ങനെ ഇവിടെ നിൽക്കുക. എന്നാൽ അതാ ഹസീന അവളെ വീണ്ടും സൗദിയെ വാതിലടിച്ച് പൂട്ടുകയാണ്. എന്നാൽ സൗദ വീണ്ടും അതാ
വാതിൽ തള്ളി തുറന്ന് എന്തൊക്കെയോ സെലീനയോട് പറയുവാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ സമ്മതിക്കുന്നില്ല. അങ്ങോട്ട് പോയി കിടക്കടി, എന്താന്നില്ല ഇങ്ങോട്ട് ഇറങ്ങി വന്നേക്കണല്ലോ, അന്നെ കൊല്ലും, ഇജ് എൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ച് നോക്കി, ഞങ്ങളിവിടെ സുഖസുന്ദരമായി ജീവിക്കണം, അതെങ്ങനെ നശിപ്പിക്കാതെ നിൽക്കുകയാണെങ്കിൽ എന്നെ ഞാൻ കാണിച്ചു തരാം. ശരിക്കും അനിയത്തി ജ്യേഷ്ഠത്തിയെ അത്രയധികം ക്രൂരമായ രീതിയിലാണ് അവളോട് പറയുന്നതും അവളെ ഉപദ്രവിക്കുന്നതും തല്ലുന്നതും. അസീന, ഞാൻ എൻ്റെ താത്തയാണ്, ഹജ്ജ് മറക്കുന്നുണ്ട്, എത്ര അടിയാണ് എനിക്ക് തരുന്നത്, എന്തിനുണ്ടെങ്കിലും തല്ലണത്, എൻ്റെ ഭർത്താവിൻ്റെ ക്യാഷ് മുഴുവൻ നിൻ്റെ അടുത്തില്ലേ, സത്യം പറയണം, നീ പറഞ്ഞില്ലേ ഫോൺ വിറ്റു എന്നൊക്കെ, അതൊരിക്കലും ഇല്ല, വിറ്റ് കഴിഞ്ഞാലും ആ അക്കൗണ്ട് ഒന്നും എവിടെ പോവാനാ, സത്യം പറഞ്ഞാൽ അതിൽ ലോക്ക് എന്തൊക്കെയും മാറ്റിയില്ലേ, സത്യം പറയണം, എനിക്ക് വേണ്ടിയിട്ടില്ല, എന്നാലൊന്ന് പറഞ്ഞൂടെ, എന്തിനു വേണ്ടിയിട്ടാ എന്നെങ്ങനെ, ഞാനെന്താ, എൻ്റെ ഭർത്താവല്ലേ നവാസ്ക, വേറെ ആരും അല്ലല്ലോ. നവാസ്കക്കെതിരെ ഒരു കേസ് കൊടുക്കാണ്ട് ഇത് കഴിയട്ടെ, എന്നിട്ട് മൂപ്പരോട് 2 കോടി കൊണ്ട് ചോദിക്കണം, അല്ലാതെ വെറുതെ ഒരാളെയും വിടൂല. നമ്മളമ്മ കുഞ്ഞിക്കജാത്തെ ചില്ലറല്ല, ഉമ്മാൻ്റെ അതേ പകർപ്പ് തന്നെയാണ് ഞാനും, അതെ വെറുതെ ആരും വിടൂല, നല്ല നഷ്ടപരിഹാരം തന്നെ ഞാൻ ചോദിക്കൂ. ഇനി നവാസിൻ്റെ പേരിലൊരു കേസ് ഞാൻ ഉണ്ടാക്കാണ്ട്, അതെ നവാസ്ക എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അളിയൻ ഭാര്യയുടെ അനിയത്തിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കേസ് ഉണ്ടാക്കും, നോക്കിക്കോളി, അത് കാണപ്പോൾ 2 ആളും ജയിലിൽ കിടക്കേണ്ടി വരും. ശരിക്കും അതാ സൗദ അത് കേട്ട് ഞെട്ടി. എന്തൊക്കെ തന്നെയാലും വേണ്ടാത്ത പറയരുത്, മുഖം ഞാൻ അടിച്ചു പൊളിക്കും കരുതിക്കോ എന്ന് പറഞ്ഞ് സൗദ അതാ നേരെ ഹസീനയുടെ നേർക്ക്. ഓൾക്കോളെ കെട്ടിയോനെ പറഞ്ഞപ്പോൾ എന്താ വേദന, പറഞ്ഞുണ്ടാക്കുക തന്നെ ചെയ്യും. ഈ എങ്ങാനും ഈ ഈ പൈസൻ്റെ കാര്യം, അല്ലെങ്കിൽ എൻ്റെ മാപ്പിളിൻ്റെ പൈസ ഇങ്ങോട്ട് തരുന്നുണ്ടെന്ന് അങ്ങനത്തെ കാര്യം എങ്ങനെ ഒരു കുട്ടിനോട് പറയുക എന്തെങ്കിലും മുടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നവാസിൻ്റെ നേരെ ഞാൻ കേസ് കൊടുക്കും. എന്നെ പീഡിപ്പിച്ചു, ഇവിടെ വന്നിട്ട് താത്ത ബാത്റൂമിലായ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഉറപ്പാണ് വൈകാതെ ഓൻ ഇവിടെ വന്നാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. എന്തിനാ താത്തങ്ങൾ വേണ്ടാത്തതിന് നിൽക്കണമാരോട് നിന്നാൽ പോരെ. ശരിക്കും അതാ അവളുടെ വാക്കുകൾ കേട്ട് സൗദ തകർന്നു പോയി. റബ്ബേ, ഒന്നിനും മടിക്കൂല, അത്രക്കും ഷെയ്ത്താന്മാരാണ് ഉമ്മി അനിയത്തി, അത്രക്കും ഒന്നിനും മടിക്കൂല, ഒന്നിനും മടിക്കാത്ത ആൾക്കാരാണ്. റബ്ബേ, ഇങ്ങനെ ഉണ്ടാവില്ല ദുനിയാവിലൊരു ഷെയ്ത്താന്മാർ. എന്നാൽ ഈ സമയം സത്താറിൻ്റെ ഭാര്യയോട് ഉമ്മ പറഞ്ഞു, അതേ പമ്പറന്നോളെ ഇവിടുന്ന് കയറി നീച്ച് പോയിക്കോ, അന്നെ പോലീസിനെ കൊണ്ട് അടിച്ച് പുറത്താക്കിയിട്ടുണ്ട്, ഇത് അജ് എവിടുന്ന് കരുതിയിട്ടാ, എന്തിനാണ് ഈ അസീനാൻ്റെ ഒരു കാര്യം ഗേറ്റ് എന്തിനു വേണ്ടിയിട്ട് അലവരാതികൾക്ക് വേണ്ടി തുറന്നിട്ടത്. എന്നാൽ അതാ ശരിക്കും അവളും പറയുന്നു, ഇല്ല ഞാൻ പോവില്ല, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കേസ് പിൻവലിക്കാതെ ഞാൻ ഈ മുറ്റത്തുനിന്ന് എണീക്കൂല. അതെ, മഴ പെയ്യുന്നു, മഴ അവൾ കൊള്ളുന്നു, വെയിൽ കൊള്ളുന്നു, എന്നാലും അവിടെ നിന്ന് സത്താറിൻ്റെ ഭാര്യ സെലീന എഴുന്നേറ്റില്ല. കാരണം മറ്റൊന്നുമല്ല, നീതി കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല, എൻ്റെ ഭർത്താവ് ഒരിക്കലും ആ തെറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് നന്നായിട്ടറിയാം, പക്ഷേ ഇവർ 50 ലക്ഷം നഷ്ടപരിഹാരം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവാക്കി തരാം, കേസിൽ നിന്ന് ഒഴിവാക്കി തരാം എന്നാണ് പറയുന്നത്. പഠിച്ചോനെ, എവിടുന്ന് 50 ലക്ഷം. എന്നാൽ അതാ വീണ്ടും ഹസീന പുറത്തേക്ക് വന്നു. അതേ, നിങ്ങൾ ഇവിടുന്ന് പോകണുണ്ടോ, അതങ്ങളെ പുറത്തേക്ക് പിടിച്ചു വലിച്ചിടണോ, അത് പറയും. ഞാനിവിടുന്ന് പോകണില്ല, അതെ എനിക്കിങ്ങനെ നീതി കിട്ടണം, 50 ലക്ഷം ഞാനിവിടുന്ന് തരാനാ, 50 അല്ലെങ്കിൽ 1 കോടി ആയിക്കോട്ടെ, എന്തേ, നിങ്ങളെ ഭർത്താവ് എന്നെ നല്ലോണം പീഡിപ്പിച്ചേക്കണം, നിങ്ങൾക്ക് അറിയായിട്ടാണത്, ഞാൻ പാവല്ലേ വിചാരിച്ച് മിണ്ടാതെന്നാണ്. എടി ഈയും കൂടി കൂട്ട് നിന്നതല്ലേ എല്ലാത്തിനും, ഞാൻ കൂട്ട് നിൽക്കുക വെച്ചാൽ ഞാനൊരു പെണ്ണല്ലേ, എനിക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ. അവളുടെ വാക്കുകൾ കേട്ട അതാ സെലീന അവളുടെ മുഖമടക്കി ഒന്ന് കൊടുത്തു. ആ എന്തേ തള്ളൻ്റെ മുഖത്തടിക്കണ ഉമ്മ, ഇങ്ങോട്ട് നോക്കി തള്ള കാട്ടണത്, എൻ്റെ മുഖത്തടിച്ച് കണ്ടില്ലേ, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് അതാ ഹസീന ഇളകുന്നു. എന്താടി, എന്താ ചിൻ്റെ കുട്ടീനെ കാട്ടിയത്, അതെ അനാവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ അടിച്ചത്, ഇനിയും അടിക്കും, വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കാണിച്ച് ശല്യപ്പെടുത്തുക അല്ലേ, അന്നെ ഞാനിപ്പോൾ പോലീസിനെ വിളിച്ചിറക്കി ഇവിടുന്ന് വലിച്ചിടിപ്പിച്ചു തരാം, പേടില്ല, പോലീസിനല്ല അതിൻ്റെ അപ്പുറം പട്ടാളത്തിനെ വിളിച്ചാലും ഞാൻ പോവില്ല, അതെ അത്രക്കും നീചമായ പ്രവൃത്തിയാണ്. നിങ്ങൾ ഇതിനുള്ളിൽ എവിടെയാണ് സൗദ എവിടെ പോയി, അവൾ കരഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞിങ്ങോട്ട് വന്നല്ല, അവൾ എവിടെ. നേരെ അതാ സെലീന അവരുടെ വീടിനകത്തേക്ക് കയറി വന്ന് നിൽക്കുകയാണ്. അസീന, വാതിൽ അടക്കടി, ഇത് കയറി വരുന്നേ അകത്തേക്ക്
എന്നാൽ സൗദിയെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം, സത്യങ്ങളെല്ലാം അവളോട് ചോദിച്ചറിയണം എന്നതായിരുന്നു സെലീന വിചാരിച്ചിരുന്നത്. എന്നാൽ അപ്പോഴേക്കും അവർ വാതിൽ കൊട്ടിയടക്കുകയായിരുന്നു. പക്ഷേ സെലീന പോയില്ല. എന്നാൽ ഈ സമയം അതാ ഷമ്മാസിൻ്റെയും ഉമ്മയുടെയും അടുത്ത് തൻ്റെ 3 മക്കളെയും പറഞ്ഞയച്ചതിന് ശേഷമാണ് സെലീന ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നേരെ ഈ വീട്ടിലേക്ക് വന്നത്. എന്നാൽ ഷമ്മാസിനോട് ഉമ്മ ചോദിച്ചു, അല്ല മോനെ, ഓള് വന്നതൊന്നുമില്ലല്ലോ ഇത്രയും നേരമായിട്ട്, മക്കൾ 3 പഠിച്ചവനെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല ഇപ്പോഴത്തെ കാലത്ത്. വല്ല കടുങ്കയേറ്റ് ചെയ്തോ റബ്ബേ, കാരണം മറ്റൊന്നുമല്ല, അത്രയും ഇടങ്ങാറയിക്കണേ, കുറേ ഇടങ്ങാറയിക്കണം, ഇപ്പോഴും ഇടങ്ങാറുണ്ട്. ഇപ്പോൾ മാപ്പിള ജയിലിലും ആയി ലാസ്റ്റ്, വല്ലാത്തൊരു പുതുമ. ഈ മക്കളെ വിചാരിച്ച് കാണും ഉമ്മാൻ്റെ കുട്ടി ഒന്നും വിളിച്ചോക്കാണേ. ഉമ്മ അവർ വന്നോളും, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ അത് ഷമ്മാസും ഉമ്മയും അവളെ കാത്തിരിക്കുകയാണ്. സെലീന വരുന്നത് നോക്കി. എന്തായിരിക്കും ഇനി സംഭവിക്കുക? കുഞ്ഞിക്കതിയെയും ഹസീനയും പിടിയിലാകുമോ? അതോ അവരിനിയും രക്ഷപ്പെട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ. എന്നാൽ ഒരുപാട് കാലം നവാസിൻ്റെ പൈസ മോഷ്ടിക്കുന്ന കുഞ്ഞിക്കതിയെയും ഹസീനയും ഒരു നാൾ പിടിയിലാവാതിരിക്കുമോ? നമുക്ക് കാത്തിരിക്കാം അതിനു വേണ്ടി.